ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് +1 കെമിസ്ട്രിയാണ് നോക്കുന്നത്. ഇപ്പോൾ സബ്ലിമേഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഡയറക്ട്ലി ടു വേപ്പർ ബൈ ഹീറ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് സബ്ലിമബിൾ കോമ്പൗണ്ട്സ് ഫ്രം നോൺ സബ്ലിമബിൾ ഇമ്പ്യൂരിറ്റീസ്. ഇപ്പോൾ സബ്ലിമേഷനാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോളിഡായിട്ടുള്ള സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്ന വഴി വേപ്പറാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് കാംഫർ, കർപ്പൂരവും അതുപോലെ NaCl സോഡിയം ക്ലോറൈഡും നമുക്ക് ഈ ടെക്നിക് സബ്ലിമേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മിക്സ്ചർ ഓഫ് കാംഫർ ആൻഡ് NaCl ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദിസ് ടെക്നിക്. ഏതാ? സബ്ലിമേഷൻ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് for the quantitative estimation of halogens in an organic compound. ഹാലജൻസിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? കാരസ് മെത്തേഡാണ്. കാരസ് മെത്തേഡ്. ഡൂമാസ് മെത്തേഡും ജെറാൾസ് മെത്തേഡും നൈട്രജൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഡൂമാസ് മെത്തേഡും ജെറാൾസ് മെത്തേഡും. ലെസൈൻസ് മെത്തേഡ് എന്ന് പറയുന്നത് നൈട്രജൻ, സൾഫർ, ഹാലജൻസിൻ്റെയൊക്കെ ഡിറ്റക്ഷൻ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇവരുടെ പ്രസൻസ് കണ്ടുപിടിക്കാൻ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലെസൈൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാലജൻ്റെ എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ ഏത് വഴിയാണ്? കാരസ് മെത്തേഡ് വഴിയാണ്. ഇനി ഇത് നെയിം ചെയ്യാം, IUPAC നെയിമിങ് ചെയ്യാം. ആദ്യം നമ്മൾ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ നോക്കുക. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. ഇനിയും എന്തൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ്? OH ഉണ്ട്, CH ആൽഡിഹൈഡ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ പേരെങ്ങനെ വരും? മൂന്നാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ്. അപ്പോൾ 3 ഹൈഡ്രോക്സി 5 കാർബൺ ആണ്. അപ്പോൾ പെൻറ്റേൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഏത് ഇതാണ് സഫിക്സ് ആണ് ഉപയോഗിക്കുന്നത്? AL, പെൻറ്റനാൽ. 3 ഹൈഡ്രോക്സി പെൻറ്റനാൽ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ നെയിമിങ് എങ്ങനെയാണ് വരുന്നത്? 3 മൂന്നാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ്. അപ്പോൾ നമുക്കത് ഓൾ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അവയെ എങ്ങനെ നെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇങ്ങനത്തെ കേസിൽ ഹൈഡ്രോക്സി എന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 ഹൈഡ്രോക്സി 5 കാർബൺ പെൻറ്റേൻ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ 3 ഹൈഡ്രോക്സി പെൻറ്റനാൽ എന്ന് വരും. ഇതിൻ്റെ നെയിമിങ് ചെയ്യാം. അത് കാർബണാറ്റങ്ങളുടെ എണ്ണം കൊടുക്കാം. 1 2 3 4. അപ്പോൾ എത്ര കാർബണാറ്റം ഉണ്ട്? ബ്യൂട്ട് ഹൈഫൻ ഡബിൾ ബോണ്ട് ഏതൊക്കെ പൊസിഷൻ? 1 കഴിഞ്ഞു 3 കഴിഞ്ഞു. അപ്പോൾ 1, 3, 2 ഡബിൾ ബോണ്ട് അല്ലേ? അപ്പോൾ ഡൈ എന്ന് വരും. ബ്യൂട്ട് 1 3 ഡൈ എന്ന് വരും. ബ്യൂട്ട് 1 3 ഡൈ എന്ന് വരും. ഇനി ഇതിനകത്ത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ സിംഗിൾ ബോണ്ടിൽ സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടുമാണ് ഉള്ളത്. ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടുമാണ് ഡബിൾ ബോണ്ടിലുള്ളത്. ട്രിപ്പിൾ ബോണ്ടിൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടുമാണ് ഉള്ളത്. ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടുമാണ് ഉള്ളത്. അപ്പോൾ ഈ കേസ് ഒന്ന് നോക്കി വെച്ചേക്കണം. സിംഗിൾ ബോണ്ടിൽ സിഗ്മയേ ഉള്ളൂ, ഡബിൾ ബോണ്ടിൽ സിഗ്മയും പൈയും, ട്രിപ്പിൾ ബോണ്ടിൽ സിഗ്മയും 2 പൈയുമാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ എത്ര എണ്ണം വരും? ഈ ഹൈഡ്രജൻ്റെയും കൂടെ കൂട്ടണം. അപ്പോൾ സിഗ്മ ബോൺസ് എത്ര എണ്ണം വരുന്നതെന്ന് ആദ്യം നോക്കാം. സിഗ്മ ബോൺസ് ഹൈഡ്രജൻ്റെ എണ്ണം കൂടെ വരുമ്പോൾ 2 3 4 5 6 7 8 9 സിഗ്മ ബോൺസും 2 ഡബിൾ ബോണ്ട് അല്ലേ? അപ്പോൾ 2 ഡബിൾ ബോണ്ടിനും കൂടെ ചേർത്ത് എത്ര പൈ ബോണ്ട് വരും? 2 പൈ ബോണ്ട്. സിഗ്മ ബോൺസ് ഈ ഹൈഡ്രജൻ്റെയും കൂടെ എണ്ണണം. പിന്നെ ഓൾറെഡി ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇവരുടെയും എണ്ണണം. അപ്പോൾ 2 3 ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട് 3 4
5, 6, 7, 8, 9. അപ്പോൾ 9 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടുമാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായോ? റൈറ്റ് ദി നെയിം ഓഫ് എനി 2 മെത്തേഡ്സ് ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റിലേഷൻ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, സബ്ലിമേഷൻ ഉണ്ട്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷനിൽ വരുന്നതാണ്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. 2 മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റിലേഷന്, ക്രിസ്റ്റലൈസേഷന് എഴുതാം. ഇനി വിച്ച് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഗ്ലിസറോൾ ഫ്രം സ്പെൻഡ് ലൈൻ. സ്പെൻഡ് ലൈനിൽ നിന്ന് ഗ്ലിസറോളിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. റെഡ്യൂസ്ഡ് പ്രഷറിൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമുക്ക് ഗ്ലിസറോളിനെ സ്പെൻഡ് ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഇനി അവ എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ലിക്വിഡ്സ് ഹാവിങ് വെരി ഹൈ ബോയിലിംഗ് പോയിൻറ്റ്സ്. ഉയർന്ന ബോയിലിംഗ് പോയിൻ്റ് ഉള്ള ലിക്വിഡ്സ് ആൻഡ് ദോസ് വിച്ച് ഡീകമ്പോസസ് അറ്റ് ഓർ ബിലോ ദർ ബോയിലിംഗ് പോയിൻറ്റ്സ്. അവ അവരുടെ ബോയിലിംഗ് പോയിൻറ്റിന് മുകളിലോ അല്ലെങ്കിൽ താഴെയായിട്ടോ ഡീകമ്പോസ് ചെയ്യപ്പെടുന്ന ലിക്വിഡ്സിനെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറിൽ പ്യൂരിഫൈ ചെയ്യുന്നത്. ലിക്വിഡ്സ് ഹാവിങ് വെരി ഹൈ ബോയിലിംഗ് പോയിൻറ്റ്സ് ആൻഡ് ദോസ് വിച്ച് ഡീകമ്പോസ് അറ്റ് ഓർ ബിലോ ദർ ബോയിലിംഗ് പോയിൻറ്റ്സ്. Example, glycerol can be separated from spent lye using distillation under reduced pressure method. ഇനി what is electromeric effect? Write 2 types of electromeric effect. എന്താണ് electromeric effect? It is the complete transfer of pi electrons to one of the atoms joined by multiple bond in presence of an attacking reagent. ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലേക്ക് മൊത്തമായിട്ട് പൈ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവരുടെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് കാണും. ഇൻ പ്രസൻസ് ഓഫ് ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റും കാണും. ഇറ്റ് ഈസ് ദി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ്. ഇപ്പോൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺസ് ടു വൺ ഓഫ് ദി ആറ്റംസ് ജോയിൻഡ് ബൈ എ മൾട്ടിപ്പിൾ ബോണ്ട് ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഏതൊക്കെയാണ്? പ്ലസ് സി ഇഫക്റ്റും മൈനസ് സി ഇഫക്റ്റും. പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റും നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റുമാണ്. അടുത്ത ചോദ്യം നോക്കാം. നെയിം ദി 2 മെയിൻ ടൈപ്സ് ഓഫ് ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ. ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ്റെ ബേസിസിൽ നടത്തുന്ന 2 ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോളം ക്രോമറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയും. പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ്റെ ഇതിൽ നടക്കുന്ന 2 ടെക്നിക്ക് ഏതാണ്? കോളം ക്രോമറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയും. ഇൻ ദി ലസൈൻസ് ടെസ്റ്റ് ഫോർ ഹാലജൻസ് ദേ ആർ പ്രിസിപ്പിറ്റേറ്റഡ് ആസ്. ലസൈൻസ് ടെസ്റ്റിൽ ഹാലജൻസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? AgX സിൽവർ ഹാലൈഡായിട്ടാണ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഇൻ വാട്ട് ഫോം ഈസ് നൈട്രജൻ ഈസ് എസ്റ്റിമേറ്റഡ് ഇൻ ഡൂമാസ് മെത്തേഡിൽ. ഡൂമാസ് മെത്തേഡിൽ നൈട്രജൻ ഏത് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്? ഡൈ നൈട്രജനോ അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ 2 മെത്തേഡുണ്ട്. ഡൂമാസ് മെത്തേഡും ഉണ്ട്, ജഡാൾസ് മെത്തേഡും ഉണ്ട്. ഇപ്പോൾ ഡൂമാസ് മെത്തേഡിൽ നൈട്രജൻ ഒന്നുകിൽ ഡൈ നൈട്രജൻ ആയിട്ടോ അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് ഫോമിലും ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി ഇവർ IUPACനെയും കണ്ടുപിടിക്കാം. ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് ഉണ്ട്, CH3 ഗ്രൂപ്പ് ഉണ്ട്, C2H5 ഗ്രൂപ്പ് ഉണ്ട്. CH3 ആണെങ്കിൽ മീഥൈൽ എന്ന് വിളിക്കും. C2H5 ആണ് വരുന്നതെങ്കിൽ ഈഥൈൽ എന്ന് വിളിക്കും. ബെൻസീൻ റിങ്ങിൽ NH2 ആണെങ്കിൽ അവയെ അനിലിൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ പേരിൻ്റെ അവസാനം അനിലിൻ എന്നായിരിക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എവിടൊക്കെയാണ് ബ്രാഞ്ചസിൻ്റെ പൊസിഷൻസ് എവിടൊക്കെയാണെന്ന് നോക്കണം. അതിന് നമ്പർ ചെയ്യണം. NH2 തൊട്ട് 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്. ഇനി നോക്ക് എത്രാമത്തെ പൊസിഷനിലാണ് CH3 മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്? 2ാമത്തെ പൊസിഷനിലാണ്. ഇനി ഈഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് എവിടെയാണ്? 4ാമത്തെ പൊസിഷനിലാണ്. ഇത് മീഥൈൽ ഗ്രൂപ്പാണ്. മീഥൈൽ, ഇത് ഈഥൈലാണ്. ഇപ്പോൾ നെയിമിങ് ചെയ്യുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ വേണം എഴുതാൻ. അപ്പോൾ ആദ്യം ആരാ വരുന്നത്? ഈഥൈൽ. അപ്പോൾ 4,
ഹൈഫൺ ഈഥൈൽ ഫോർ ഈഥൈൽ. ഇനി അടുത്ത ആരാണ്? മീഥൈൽ എത്രാമത്തെ പൊസിഷനിലാണ്? രണ്ടാമത്തെ പൊസിഷൻ. അപ്പോൾ ഹൈഫൺ 2 മീഥൈൽ ഇനി എന്താണ്? അനിലിൻ. ബാക്കി എല്ലാവരും ആയില്ലേ? അനിലിൻ എന്ന് വരാൻ കാരണം ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അവയെ നമ്മൾ വിളിക്കുന്നത് അനിലിൻ എന്നാണ്. അനിലിൻ. അപ്പം എല്ലാവരും ആയില്ലേ? അപ്പം നെയിം എങ്ങനെ വരും? 4 ഈഥൈൽ 2 മീഥൈൽ അനിലിൻ എന്ന് വരും. മനസ്സിലായോ നെയിമിങ് എങ്ങനെയാണെന്ന്? ഇനി അടുത്തത് ഇവയെ നെയിം ചെയ്യാം. ഇവരുടെ നമ്പർ ഇടാം ആദ്യം. 1 2 3 4 5 6. എപ്പോഴും ബ്രാഞ്ചസിന് കുറവ് നമ്പർ വരുന്ന രീതി വേണം, കുഞ്ഞ് നമ്പർ വരുന്ന രീതി വേണം നമ്പർ ചെയ്യാൻ. ഇവിടുന്ന് നമ്പർ ചെയ്യുവായിരുന്നെങ്കിൽ 1 2 3 4 വന്നതിന് ബ്രാഞ്ചസിന്. അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്യുന്നതാണ് നല്ലത്, കാരണം 3 ആയിരിക്കും ബ്രാഞ്ചസിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതണം? ഇവരുടെ നെയിമിങ് എങ്ങനെ വരും എന്ന് പറഞ്ഞേ. ആരൊക്കെയാണ് ഇവിടെ ബ്രാഞ്ചസ്? ക്ലോറോയും ഉണ്ട്. Cl ആണെങ്കിൽ നമ്മൾ ക്ലോറോ എന്നാണ് ഉപയോഗിക്കുന്നത്. ബ്രോമിൻ ആയിരുന്നെങ്കിൽ ബ്രോമോ എന്ന് ഉപയോഗിച്ചതിന്. ഐഡിൻ ആയിരുന്നെങ്കിൽ ഐഡോ ഉപയോഗിച്ച്. പിന്നെ മീഥൈൽ ഗ്രൂപ്പുമാണ് ഇവിടെ ബ്രാഞ്ചസിലുള്ളത്. അപ്പോൾ ഇവരിൽ ആരാണ് ആദ്യം വരിക? ക്ലോറോ ആണ്. ആൽഫബറ്റിക് ഓർഡർ നോക്കുക. അപ്പോൾ 3 ക്ലോറോ എത്രാമത്തെ പൊസിഷനിൽ തന്നെ? മീഥൈൽ മൂന്നാമത്തെ പൊസിഷൻ. അപ്പോൾ 3 മീഥൈൽ ഇനി എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ചെയിനിൽ? 6. അപ്പോൾ ഹെക്സെയിൻ. 3 ക്ലോറോ 3 മീഥൈൽ ഹെക്സെയിൻ എന്ന് നെയിം വരും. ഇനി അടുത്തത് നോക്കാം. 1 2 3. ഇവിടെ എന്താ 4 വരാൻ? ഈ കാരണം ക്ലോറിൻ ഇവിടെ ബ്രാഞ്ച് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഈ നെയിം എങ്ങനെ വരും? എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്? മൂന്നാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ 3 ക്ലോറോ പ്രൊപ്പനാൽ. 3 കാർബൺ ആറ്റം അല്ലേ? അപ്പോൾ പ്രൊപ്പനാൽ. എന്ന് ഇതിൻ്റെ നെയിം വരും. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നിങ്ങൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്താം. ശ്രദ്ധിച്ചോണം. ഇതെന്താണ്? CHO ആണ്. എന്ന് വെച്ചാൽ എന്താണത്? ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്പർ ചെയ്തു. മൂന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ബ്രാഞ്ച് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ക്ലോറോ പ്രൊപ്പനാൽ എന്ന് വരും ഇതിൻ്റെ നെയിം. അപ്പോൾ നെയിമിങ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യം ലോങ്ങസ്റ്റ് കാർബൺ വരുന്ന ചെയിൻ നമ്പർ ചെയ്യുക. പിന്നെ ബ്രാഞ്ചസിന് എപ്പോഴും സ്മോളസ്റ്റ് നമ്പർ വരുന്നത് വേണം കൊടുക്കാൻ. ഈഥൈലാണെങ്കിൽ C2H5, മീഥൈലാണെങ്കിൽ CH3 ആയിരിക്കും വരുന്നത്. പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ അവരെ നെയിം ചെയ്ത് തുടങ്ങാവൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്